ഹലോ. അപ്പോൾ ഈ കമൻറ്റ് കണ്ടോ? ഈ കമൻറ്റ് വന്നിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. ഞാൻ ചെയ്യാൻ വെച്ചെങ്കിലും പിന്നെ മറന്നുപോയതാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കമൻറ്റ്സ് അങ്ങനെ ഇട്ടിട്ട് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. സോ ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ ഈ സ്റ്റിക്കി എന്തൊക്കെ ഇല്ലേ, ഇത് ഞാൻ A4 പേപ്പറിൽ വരച്ചെടുത്തുള്ളതാണ് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട്. പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന പർപ്പിൾ കളറിൽ തന്നെയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ റൈറ്റ് സൈഡിലല്ല ചെയ്തില്ല, ലെഫ്റ്റ് സൈഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ A4 പേപ്പർ, ഇത് 2 കളർ A4 പേപ്പർ എടുത്ത് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞ പീസ് ഇതേപോലെ ഇങ്ങനെ ലെയർ ചെയ്ത് വെക്കില്ലേ, നമ്മൾ കുറേ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മെത്തേഡ്. സോ അതുപോലെ ഒന്ന് ലെയർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത് ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല. അത് നമുക്ക് ലാസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇപ്പം ഇതിൽ തന്നെ കണ്ടില്ലേ, കുറച്ച് എഡ്ജിൽ കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് നമുക്കത് ഇതുപോലൊരു ലുക്ക് കിട്ടും. ഇത് ആക്ച്വലി നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ ജേർണലിൻ്റെ അകത്ത്. പിന്നെ ആ ഒരു സൈഡിൽ തന്നെ വെക്കാൻ വേണ്ടി കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റാമ്പ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ കുറച്ചധികം സ്റ്റാമ്പ്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് നമുക്ക് വേറെയും യൂസ് ചെയ്യാമല്ലോ. സോ അത് ഞാൻ ഇവിടെ ഇതേ 4 എണ്ണമാണ് ഈ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഓവറായി പോയാലോ എന്നുള്ളൊരു തോന്നി. പിന്നെ കുറച്ച് ടോയ്ലറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവറപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കോട്ടും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.